അപ്പം നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്ന ഏരിയ ആണ്. അടുത്ത ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതാണ് ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക്. അപ്പം അതിനായിട്ടൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡി എ. ഈ ഡി എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡി വൈ ഡി എക്സ് ആകാം, അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ആവാം. നമുക്ക് ഒന്നെങ്കിൽ ആദ്യം നമുക്ക് ഏത് വെർട്ടിക്കൽ സ്ലാബ് എടുത്തിട്ട് ആദ്യം വൈനെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിനെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ലാബ് വരച്ചിട്ട് നമുക്ക് ആദ്യം എക്സിനെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വൈനെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വെർട്ടിക്കൽ സ്ലാബ്, ഇത് ഹൊറിസോണ്ടൽ സ്ലാബ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് ചെയ്ത ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് ഡബിൾ ഇൻ്റഗ്രൽ ഫൈൻഡ് ദ ഏരിയ using double integral find the area between the parabola and line. അപ്പം തന്നിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y ഈക്വൽ ടു എക്സ്. നമുക്കിങ്ങനെ രണ്ട് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നമുക്കിത് എന്താ കാണണ്ടേ? ഈ രണ്ട് റീജിയൻ്റെ ഒന്ന് പരാബോളയും ലൈനും കൂടെ ചേരുമ്പോൾ നമുക്കൊരു റീജിയൻ കിട്ടും. ആ റീജിയൻ്റെ ഏരിയ നമുക്ക് കാണണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ രണ്ട് പരാബോളയും ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? y ഈക്വൽ ടു എക്സ് സ്ക്വയറും പിന്നെ y ഈക്വൽ ടു എക്സും ആണ്. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി, എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇവിടെ ഞാൻ എക്സ് കോമൺ എടുത്തപ്പോൾ ബാക്കി എന്താ ഉള്ളത്? എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഈ ടേമിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു, ഈ ടേമിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0, രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പം ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ, എക്സും വൈയും കൂടെ ചേരുമ്പോഴാണ് എനിക്കൊരു പോയിന്റ് കിട്ടുന്നത്. എനിക്കിവിടെ എക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് വൈയും കൂടെ വേണ്ടേ? അപ്പം വൈ കിട്ടാനായിട്ട് എന്ത് ചെയ്തു? ഞാൻ ഈ എക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വൈയുടെ വാല്യൂ കിട്ടും. ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ 0 തന്നെയല്ലേ? കാരണം എന്നാ, എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്താണോ അത് തന്നെ ആയിരിക്കും വൈയും. ഇനി അടുത്ത എക്സ് ഈസ് ഈക്വൽ ടു 1. ഞാൻ എക്സിന് 1 ഇട്ട് കൊടുത്തു. എക്സിന് 1 ഇടുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? വൈയുടെ വാല്യൂ 1. എനിക്കപ്പോൾ 2 പോയിന്റ് കിട്ടിയില്ലേ? 2 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ്, ഒന്ന് 0,0യും ഒന്ന് 1,1ഉം. അപ്പോൾ എനിക്ക് 2 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടി, ഒന്ന് 0,0യും ഒന്ന് 1,1. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇനി റീജിയൻ വരയ്ക്കാൻ പോവാം. അപ്പോൾ ഞാൻ ആദ്യം y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ഇനി അടുത്ത y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഞാൻ വരയ്ക്കണേ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ലൈനും വരച്ചു. y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും, അങ്ങനെ 2 ലൈൻ വരച്ചു. എന്നിട്ട് ഇനി എന്താ? റീജിയൻ കാണുമ്പോൾ റീജിയൻ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കാം, ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ലാബ് വരയ്ക്കാം. ഞാനിപ്പം ഇവിടെ വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കണം. വെർട്ടിക്കൽ സ്ലാബ് വരച്ചു. എന്നിട്ട് താഴേന്ന് മുകളിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആദ്യം ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റിലെ വൈഡ് ഇക്വേഷൻ എന്താണെന്ന് നോക്കി. ആ പോയിന്റിലെ വൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ 2. ഈ പോയിന്റിലെ വൈഡ് ഇക്വേഷൻ എന്നാ? പിന്നെ ഈ വെർട്ടിക്കൽ സ്ലാബ് ചെന്ന് ടച്ച് ചെയ്യുന്നത് ഈ മേളത്തെ പോയിന്റില്ല, മേളത്തെ ലൈനിൻ്റെ പോയിന്റില്ല. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു എക്സ് അല്ലേ? എനിക്കും അത് വൈഡ് ഇക്വേഷനിലാണ് വേണ്ടത്. അപ്പോൾ y ഈക്വൽ ടു എക്സ്. വെർട്ടിക്കൽ സ്ലാബ് വരച്ചു കഴിഞ്ഞാൽ y ആണ് വേരിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എക്സ് സ്ക്വയർ ടു എക്സ് എന്നാ.
വൈയുടെ ലിമിറ്റ് വരുന്നത് x² to x ആണ്. കണ്ടോ, എക്സ് ആണ് വന്നിരിക്കുന്നത്, ഒരു വേരിയബിളാണ് വന്നിരിക്കുന്നത്. വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ, മീൻസ് വൈ വേരി ചെയ്തുകൊണ്ടിരിക്കും. എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വൈ വേരിങ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും, എക്സ് കോൺസ്റ്റൻ്റ് ആണ്. എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം എക്സിൻ്റെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ, എക്സിൻ്റെ ഈ റീജിയൻ എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? ഒന്ന് 0,0 to 1,1. ഇതല്ലേ രണ്ട് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ്, ഒന്ന് ഒറിജിനും പിന്നെ 1,1. അപ്പോൾ ഈ എക്സ് ആക്സിസ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ റീജിയൻ എവിടം തൊട്ട് എവിടം വരെ പോകുന്നുണ്ട്? 0 to 1 വരെ അല്ലേ. എക്സ് ആക്സിന്റെ മാക്സിമം എന്ന് പറയുമ്പോൾ 1 വരെ അല്ലേ പോകുന്നത്. എക്സ് ആക്സിസ് എവിടെ തുടങ്ങുന്നത്? ഈ റീജിയന്റെ എക്സ് ആക്സിസ് തുടങ്ങുന്നത് 0 നിന്ന്. ഈ റീജിയൻ എവിടം വരെ പോയിട്ടുണ്ട്? 1 വരെ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. കണ്ടോ, ഇവിടെ എക്സ് കോൺസ്റ്റന്റാ. എക്സ് ഒരു നമ്പറാണ്. കണ്ടോ, 0 to 1 അതൊരു കോൺസ്റ്റന്റ്. എക്സ് 0 to 1 വരെ പോകത്തുള്ളൂ. പക്ഷെ വൈയുടെ കാര്യം അങ്ങനെയുണ്ട്. വൈ ചേഞ്ച് ചെയ്യുന്നത് x² to x വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് രണ്ട് ലിമിറ്റ് കിട്ടി. നമ്മളുടെ ലിമിറ്റ് ഏതൊക്കെയാ? നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ വൈയുടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ x² to x-ഉം എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഏരിയയുടെ ഇക്വേഷൻ എഴുതി. ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ്. ഞാൻ വെർട്ടിക്കൽ സ്ലാബ് അല്ലേ വെച്ചത്, അപ്പം ആദ്യം ഏത് വെച്ച് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ? വൈ വെച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും അകത്ത് വൈയുടെ ലിമിറ്റ് കൊടുത്തു, x² to x, എന്നിട്ട് dy dx കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ടെന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ് 1 എന്തായിരിക്കും? വൈ തന്നെ അല്ലേ. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കുക, x² to x dx. ഇനി ഇൻ്റഗ്രൽ 0 to 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. വൈക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? x minus x² dx. അപ്പം ഇത്രയാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 മൈനസ് x²നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടും? x³/3. നമ്മുടെ ലിമിറ്റ് എവിടെ തൊട്ടാണ് വരിക? 0 to 1. അപ്പോൾ നമ്മളുടെ നമുക്ക് ലിമിറ്റ് ഇനി അപ്ലൈ ചെയ്യാം. ആദ്യം x²ന് 1 കൊടുക്കാം. x²ന് 1 കൊടുത്താൽ എന്ത് കിട്ടും? 1². എക്സിന് 1 കൊടുക്കാം. അപ്പോൾ 1² വരും ആദ്യത്തെ ടൈം. 1²/2 എന്ന് പറയുമ്പോൾ 1/2 മൈനസ് അടുത്തത് എക്സിന് 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1³/3. 1³/3 എന്ന് പറയുമ്പോൾ 1/3. പിന്നെ 0 ആണ്. രണ്ട് ടേമിനും 0 കൊടുത്ത് നോക്കിക്കേ, 0 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം -0. ഈ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലിമിറ്റിൻ്റെ മൈനസ് ആണ്, അതാണ് മൈനസ് ഇട്ടത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/2 - 1/3. എത്ര നമ്മുടെ ആൻസർ വരുന്നത്? 1/6 അല്ലേ. 1/6 ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ എന്ന് പറയുന്നത് 1/6 ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതാണ്. Using double integral, find the area of the region. Find the area of the region enclosed by y equal to sin x and y equal to cos x for 0 less than or equal to x less than or equal to pi/4. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് റീജിയൻ തന്നിരിക്കുന്നത്? y equal to sin x, y equal to cos x.
പിന്നെ ഞാൻ എല്ലാ വീഡിയോയിൻ്റെയും താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യിപ്പിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് ഞാൻ കമൻറ്റ് ബോക്സിലും പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആ വീഡിയോ ചെയ്യിപ്പിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇനി പറഞ്ഞിരിക്കുന്ന 4 0 < x < π/4 മീൻസ് എക്സ് വേരി ചെയ്യുന്ന 0 to π/4 ആണ്. വൈയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ sin x y cos x. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം y sin x y cos x ഇവർ രണ്ടുപേരും ഇൻ്റർസെക്ട് ചെയ്യുന്ന എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? y sin x y cos x. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? sin x cos x അല്ലേ? രണ്ടും y sin x y cos x എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ എഴുതാം? sin x cos x എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സോൾവ് ചെയ്യാം. ഈ cos x-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പോൾ sin x cos x = 1 എന്ന് വരും. sin x cos x എന്താണ്? tan x. tan x എന്താ? 1. അപ്പോൾ x എന്താണ്? x tan inverse 1. tan inverse 1 എന്താണ്? അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇട്ടാലും കിട്ടും. tan inverse 1 എന്ന് വെച്ചാൽ π/4. എക്സിൻ്റെ വാല്യൂ π/4 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് എക്സിന് π/4 കൊടുത്തു. എക്സിന് π/4 കൊടുത്തു കഴിഞ്ഞാൽ sin π/4 എത്രയാണ്? 1/√2. അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടി π/4, 1/√2. നമുക്കിനി എന്ത് ചെയ്യാം? റീജിയൻ വരയ്ക്കാം. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു? XY ലൈൻ വരച്ചു. എന്നിട്ട് ആദ്യം sin x വരയ്ക്കാം. ഇനി cos x വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. മീറ്റിംഗ് പോയിന്റ് നമുക്ക് കിട്ടി. ഇത് 0 തൊട്ട് ഇതെന്ന് പറയുന്നത് π/4 വരെ. നമുക്ക് ഇത്രയും റീജിയൻ മതി. ഓക്കെ, ഈ സൈനിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സൈനിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇത് 0, ഇതെന്ന് പറയുന്നത് π/2, ഇതെന്ന് പറയുന്നത് π ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സൈനിൻ്റെ ഗ്രാഫ് പോകുന്നത്. കോസിൻ്റെ എന്ന് പറയുമ്പോൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും. കോസ് എവിടെ 1 ആവുന്നത്? 0-ൽ. പിന്നെ ഇടയ്ക്ക് π/2 വരും. പിന്നെ ഇവിടെ പിന്നെ π വരും. സോറി ഇവിടെ കോസ് 0, പിന്നെ π/2 π/4, പിന്നെ π/2. കോസ് 0 ആവുന്ന π/2 വരും. പിന്നെ അടുത്തത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ π വരും. മീൻസ് കോസിൻ്റെ വാല്യൂ -1 ആവുന്നത് എവിടെ? പൈലല്ലേ. സൈൻ ഞാൻ ഒന്നുകൂടെ വരച്ചാൽ സൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ സൈൻ 0 ആവുന്നത് ഇവിടെ. പിന്നെ സൈൻ മാക്സിമം ആവുന്നത് π/2-ൽ. പിന്നെ മിനിമം ആവുന്നത് പിന്നെയും π. ഓക്കെ, അപ്പം ഇതാണ് സൈനും കോസിൻ്റെയും ഗ്രാഫും കൂടെ ഒരുമിച്ച് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ എന്ന് പറയുമ്പോൾ π/4 മാക്സിമം ഇവിടെ വരുന്നത്. ഈ കോസ് ഇവിടെ ചെന്ന് ഇന്ത്യയും ഈ സൈൻ ഇവിടെ വരും. അപ്പം കണ്ടോ, ഇത് π/2 കണ്ടോ? ഇങ്ങനെയാണ്. നമുക്ക് പക്ഷേ π/2 വരെ വേണ്ട. ഇത്രയും റീജിയൻ വരെ മതി. ഇത്രയും റീജിയൻ വരെ നമുക്ക് മതി. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0 < x π/4. എക്സ് വേരി ചെയ്യുന്ന 0 to π/4 വരെയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും റീജിയൻ എടുത്താൽ മതി.
അപ്പം നമ്മുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് 0 അല്ല π/4, 1/√2. അപ്പോൾ നമ്മളുടെ ഈ റീജിയൻ എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ഇവിടെ ഇപ്പം നമുക്ക് 2 റീജിയൻ കാണാം. ഒന്ന് 0 to 1/√2, പിന്നെ 1/√2 1. നമുക്ക് 2 റീജിയൻ കാണാം അല്ലേ, 2 റീജിയൻ. ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണെങ്കിൽ 2 റീജിയൻ ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുക. ഒന്ന് ഈ റീജിയനും, ഒന്ന് 0 to 1/√2 റീജിയനും, പിന്നെ 1/√2 1 എന്ന് പറഞ്ഞാൽ വേറെ റീജിയനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെർട്ടിക്കൽ സ്ലാബ് എടുക്കുവാണെങ്കിൽ ഇവിടെ 2 അടുത്ത് വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ 2 റീജിയനും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഹൊറിസോണ്ടൽ സ്ലാബ് പറഞ്ഞ് തിരിഞ്ഞുപോയി. ഹൊറിസോണ്ടൽ സ്ലാബ് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ സ്ലാബ് ഇങ്ങനെ വരയ്ക്കണം, അതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ സ്ലാബ് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ 2 എണ്ണം വരയ്ക്കേണ്ടി വരും. അപ്പം ഞാനത് കാണിക്കാം. ആദ്യം ഞാൻ വെർട്ടിക്കൽ സ്ലാബ് കാണിച്ചിട്ട് നിങ്ങളെ ഹൊറിസോണ്ടൽ സ്ലാബ് കാണിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 റീജിയനും കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ സ്ലാബ് വരച്ചു. ഇനി എന്ത് ചെയ്യാം, എനിക്ക് എക്സിൻ്റെയും വൈൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കുമ്പോൾ വൈ അല്ലേ വേരിങ്. അപ്പോൾ വൈ എവിടെ തൊട്ട് എങ്ങോട്ടാണ് വേരിങ്? ആദ്യം വൈ ടച്ച് ചെയ്യുന്നത് എവിടെ, ഏത് ഗ്രാഫിലാണ്? y = sin x അല്ലേ. ഇത് sin x, ഇത് cos x. y = sin x എന്ന് പറഞ്ഞ ഗ്രാഫിലാണ്. അപ്പോൾ അവിടുത്തെ വൈയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ sin x അല്ലേ. നമ്മൾ ഈ വൈയുടെ ഇക്വേഷൻ എഴുതുന്നത് എക്സിലായിരിക്കും കേട്ടോ. y = sin x, x ആയിരിക്കും നമ്മൾ വരുന്നത് അവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എവിടം വരെ ഇത് പോകുന്നത്, അടുത്ത പോയിന്റ് ടച്ച് ചെയ്യുന്ന എവിടെ, cos x. അപ്പം അടുത്ത വൈയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ cos x. പിന്നെ എക്സ് വേരി ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെ, ഈ റീജിയനിൻ്റെ ഫുള്ള്, ഈ റീജിയൻ എവിടം തൊട്ട് തുടങ്ങി എവിടം വരെ ഉണ്ട്, 0 to π/4. 0 to π/4. ഇതാണ് വെർട്ടിക്കൽ സ്ലാബ് വരച്ചാലുള്ളത്. വെർട്ടിക്കൽ സ്ലാബ്. നമുക്കിനി എന്താ, ഹൊറിസോണ്ടൽ സ്ലാബ് വരയ്ക്കാം. ഹൊറിസോണ്ടൽ സ്ലാബ് വരയ്ക്കാം. ഹൊറിസോണ്ടൽ സ്ലാബ് എങ്ങനെ വരയ്ക്കുന്നത്, ആദ്യം ഇവിടെ ഒരെണ്ണമുണ്ട്, 2 റീജിയനാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നടുക്ക് വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല, 2 റീജിയൻ പ്രത്യേകമായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ റീജിയൻ വരും, അങ്ങനെ 2 റീജിയൻ വരും. അപ്പോൾ 2 അടുത്ത് ഞാൻ ഹൊറിസോണ്ടൽ സ്ലാബ് വരച്ചു. ആദ്യത്തെ 0 to അത്രയുള്ള റീജിയനുകൾ എടുക്കാവേ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ 0 to 1/2. അപ്പോൾ y കോൺസ്റ്റൻ്റ് അല്ലേ, വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കുമ്പോൾ y കോൺസ്റ്റൻ്റ്. അപ്പോൾ ആദ്യത്തെ എന്താ, ആദ്യം y വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെ, 0 to 1/√2. അപ്പം x വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെ, എക്സ് ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്നാ 0, ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്നാ 0 to ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ, y = sin x അല്ലേ, y = sin x അല്ലേ, y = sin x. എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, x = sin inverse y. ഓക്കെ, y = sin x ആണ്. എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x = എന്ന് പറഞ്ഞു എഴുതണം. അപ്പം സൈനിനെ അപ്പുറത്തോട്ട് വിടണം. സൈനിനെ അപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ എന്ത് പറ്റും, സൈൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് y ആവും. ഇനി അടുത്ത ലിമിറ്റ് y = എവിടെ തൊട്ട് എവിടം വരെ, 1/√2 തൊട്ട് to 1 വരെ. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ, എക്സിൻ്റെ ലിമിറ്റ് 0 to ഇതാണ് വൈയുടെ ലിമിറ്റ്. 1/√2 1 വരുമ്പോൾ എക്സിൻ്റെ ലിമിറ്റ് വേരി ചെയ്യുന്നത് 0. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ 0, x = 0 ആണ്. 0 to ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇത് cos x-ൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x = cos ഇൻവേഴ്സ്. cos അപ്പുറത്തേക്ക് പോകുമ്പോൾ cos ഇൻവേഴ്സ് ആവും, cos ഇൻവേഴ്സ് y. ഇങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. നമ്മളപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 0 to 1/√2 ഇൻ്റഗ്രൽ 0 to sin ഇൻവേഴ്സ് y
dx dy പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ 1/√2 to 1 ഇൻ്റഗ്രൽ 0 to cos ഇൻവേഴ്സ് y dx dy. ഇങ്ങനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനെക്കാട്ടി എളുപ്പമെന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ സ്ലാബ് വരച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം, ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ സ്ലാബിൻ്റെ എങ്ങനെ ചെയ്യാം? അപ്പോൾ വെർട്ടിക്കൽ സ്ലാബ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് നമ്മളുടെ പോയിന്റ് 5/4 1/√2. ഇവിടെ രണ്ട് റീജിയൻ ആയിപ്പോയി. അതിന് ഞാൻ എന്ത് ചെയ്തു? വെർട്ടിക്കൽ സ്ലാബ് എന്ന് വരച്ചു. വെർട്ടിക്കൽ സ്ലാബ് വരയ്ക്കും y ബേരിങ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരിക? ഇവിടുത്തെ വൈയുടെ ഇക്വേഷൻ എന്നാ? ഇത് cos x sin x ന്റെ ഗ്രാഫാണ്. അപ്പോൾ y = sin x 2. മണ്ടയ്ക്ക് എന്ന് പറയുമ്പോൾ ആറ് ഗ്രാഫാ cos x ന്റെ. അപ്പോൾ y = cos x. ഇനി എക്സ് വേരി ചെയ്യുന്ന ഈ റീജിയന്റെ എക്സ് ആക്സിസ് എവിടം വരെ മാക്സിമം പോയിട്ടുണ്ട്? എവിടെ തൊട്ട് തുടങ്ങിയ എവിടം വരെ മാക്സിമം പോയിട്ടുണ്ട്? എവിടെ നിന്നാണ് തുടങ്ങിയത്? 0യിൽ നിന്ന് എവിടം വരെ പോയി? 5/4 വരെ. അപ്പം എക്സ് വേരി ചെയ്യുന്ന 0 to 5/4. ഓക്കെ, അതായത് നമുക്ക് ലിമിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ആദ്യം y വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈയുടെ അകത്ത് കൊടുക്കാം. sin x മണ്ടയ്ക്ക് cos x, എക്സിൻ്റെ 0 5/4, എന്നിട്ട് dy dx. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം y വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് വരും? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് y തന്നെ വരും. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? sin x to cos x. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 5/4. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? cos x മൈനസ് sin x dx. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. cos x നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? sin x മൈനസ് sin x നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് cos x അല്ലേ? മൈനസ് cos x. അപ്പോൾ മൈനസും എന്താവും? മൈനസും മൾട്ടിപ്ലൈ ആകുമ്പോൾ പ്ലസ് ആവും. അപ്പം പ്ലസ് cos x. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? 0 to 5/4. അപ്പം ആദ്യം ലിമിറ്റ് 5/4 കൊടുക്കാം. sin x ന് 5/4 കൊടുത്താൽ എന്ത് കിട്ടും? sin എക്സിൻ്റെ സ്ഥാനത്ത് 5/4 കൊടുത്തു കഴിഞ്ഞാൽ 1/√2 കിട്ടും. പ്ലസ് cos x, എക്സിൻ്റെ സ്ഥാനത്ത് 5/4 കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 1/√2 കിട്ടും. അപ്പം പിന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? മൈനസ് sin 0 എന്താണ്? sin 0 0 പ്ലസ് cos 0 എന്താണ്? 1. അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്തൊക്കെ വരും? 1/√2 പ്ലസ് 1/√2 2/√2 2/√2 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പോൾ -1 വരും. 0 ഇല്ല. 0 + 1 1. പിന്നെ പുറത്ത് ഒരു മൈനസ് കിടപ്പുണ്ട്. അപ്പം -1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് √2 - 1 വരും. √2 - 1. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. √2 - 1. അപ്പം ഇത്രയേ ഉള്ളൂ ഏരിയയുടെ കീഴിൽ നിന്ന്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഓർഡർ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ